ഹലോ, സൗജത്തൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മക്രോണി പോളയാണ്. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് 200 ഗ്രാം മക്രോണിയാണ്. അത് നമുക്ക് വെള്ളമൊഴിച്ച് വേവിപ്പിക്കാൻ വെക്കാം. അടുപ്പിൽ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിപ്പിക്കണം. എന്നിട്ട് നമുക്ക് ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന മസാലക്കൂട്ട് റെഡിയാക്കാം. ഇതിലേക്ക് വേണ്ടുന്ന മസാല ഒരു 2 സവോള, ഒരു 2-3 പച്ചമുളക്, പിന്നെ ഇഞ്ചി, 2 ഉള്ളി, 3-4 പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇത് പകുതി എടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് ആവശ്യത്തിന് വെളുത്തുള്ളി, ഇത് നമുക്ക് ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ട് വേവിപ്പിക്കാം. ചിക്കൻ വേവിക്കണം. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇത് ചിക്കൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ മിക്സിയിലിട്ടിട്ട് ചെറുങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട്. അതിന് മുറിച്ചിട്ട് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില എല്ലാം കൂടി നമുക്കിനി വെളിച്ചെണ്ണയിലിട്ടിട്ട് വാട്ടിയെടുക്കാം. വെളിച്ചെണ്ണ വെച്ചു. ഞാനിപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയാണ് വെച്ചത്. അത് നമുക്കിനി ഉള്ളി ഇതിലേക്ക് ഇട്ട് വാട്ടി കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ വാട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് വേണം ആവശ്യത്തിന്. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തു. അതും കുറച്ച് പച്ചമണം മാറുന്നത് വരെ വാട്ടി കൊടുക്കണം. എന്നിട്ട് നമുക്കിത് പച്ചമണം മാറുന്നതിനെ വാട്ടി കൊടുത്തിട്ടാകുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുത്തു. അത് നമുക്ക് വാടുന്നത് വരെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, ചിക്കൻ മസാല വേണം, കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ ചിക്കൻ ഗ്രിൽ ചെയ്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി മിക്സാക്കി കൊടുത്തിട്ട് മക്രോണി വേവിച്ച് വെച്ചത് എല്ലാം മസാലക്കൂട്ടി ശരിയായിട്ടാകുമ്പോൾ നമുക്ക് ചിക്കനും മഞ്ഞൾപ്പൊടി, മക്രോണി വേവിച്ചത് ചിക്കനും ഇതിലിട്ട് ഇളക്കി കൊടുത്തു. നമുക്കിതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. മക്രോണി ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് നല്ലോണം മിക്സാക്കി എടുക്കാം. മിക്സാക്കി 4 മുട്ട നമുക്കിതിലേക്ക് വേണം. ഇതെല്ലാം മസാല റെഡിയായി. 4 മുട്ട ഇത് ഉടച്ച് വാർന്ന് നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മക്കളെ, ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എത്ര അറിയാത്ത ആൾക്കും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല രുചിയുള്ള ഒരു പലഹാരമാണ്. 4 മണിക്ക് ചായക്ക് കടിയായിട്ടും ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് ചായക്ക് കടിയായി കൊടുക്കാനും നോമ്പ് തുറക്ക് കടിയാക്കാനും എല്ലാം പറ്റിയൊരു നല്ലൊരു കടിയാണിത്. അതുകൊണ്ട് എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഒരു നല്ലൊരു പലഹാരമാണ്. ഇതെന്നിട്ട് വെളിച്ചെണ്ണയോ അങ്ങനത്തെ ഓയിലൊന്നും എണ്ണയിലൊന്നും പൊരിച്ച സാധനമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നല്ല എന്താ പറയുക, ഹെൽത്തിയായ നല്ലൊരു സംഭവമാണ്. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിലേക്ക് ഞാനൊരു കുരുമുളക് പൊടി ഇട്ടു. ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിന് മാത്രമേ ഇട്ട് കൊടുക്കാവൂ, അല്ലാണ്ട് ഉപ്പ് കൂടിപ്പോവും. ചെറിയൊരു നുള്ളൊരു പിഞ്ചുപ്പേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നല്ലോണം കൂട്ടി യോജിപ്പിക്കണം. നല്ലോണം
കലക്കി വെച്ച് കൊടുത്ത് നമുക്കിതിലേക്ക് മക്രോണി മസാലയാക്കി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം വേണം നല്ലൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇച്ചിരി RKG ഒഴിച്ച് അതിൽ നമുക്ക് ചെറിയ തീയിൽ വേണം ഇട്ട് ആക്കി കൊടുക്കാൻ. വാക്കുകൾക്കെല്ലാം തെറ്റുകളെല്ലാം സംഭവിച്ചു പോകും, അതുകൊണ്ട് ക്ഷമിക്കണം. നമുക്ക് ഇതിനൊന്നും പറഞ്ഞിട്ടൊന്നും പരിചയമൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ സാധാ ഒരു വീട്ടമ്മയാണ്. അതുകൊണ്ട് എന്തെങ്കിലും പിഴവുകളെല്ലാം വന്നു പോയിട്ടുണ്ടാവും വർത്താനത്തിലെല്ലാം. അതുകൊണ്ട് ക്ഷമിച്ച് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം പ്ലീസ്. എല്ലാവരും ഉണ്ടാക്കി ഒന്ന് നോക്കണം. ഇത് ഞാൻ ഇപ്പോൾ മുട്ടയിലേക്ക് ഈ മക്രോണി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. 4 മുട്ട എടുത്താൽ നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര മുട്ട വേണമെങ്കിലും എടുക്കാം. ഞാൻ 4 മുട്ട എടുത്തിട്ടുള്ളൂ. നല്ലോണം മിക്സാക്കി ഇങ്ങനെ കൊടുക്കണം. എന്നിട്ട് നമ്മളൊരു പാനിൽ അടുപ്പത്ത് വെച്ചിട്ട് വേണം അതിലേക്ക് കുറച്ച് RKG ഒഴിച്ച് അത് പാനിലത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. എല്ലാവരും ഗൈസ് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇത് തലശ്ശേരി മക്രോണിയാണ്. തലശ്ശേരി ബിരിയാണി, തലശ്ശേരി മന്തി, തലശ്ശേരി പലഹാരങ്ങൾ എന്തെല്ലാം വേണോ അതെല്ലാം നമുക്ക് ചെറുങ്ങനൊക്കെ അറിയാം. നമുക്കിതാ പാനിൽ വെച്ചു അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിനെ ഒരു അടപ്പ് മൂടിക്കൊടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതാ മക്രോണി റെഡി. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അടിപൊളി സാധനമാണ്. പ്ലീസ് നമുക്കിനി ഇതിനെ മൂടിക്കൊടുക്കാം. ഇതാ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക പ്ലീസ്.